നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു കേന്ദ്ര ധനമന്ത്രി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി വൈകുന്നേരം വരെ കേരളത്തിൽ ഉയർന്ന മുദ്രാവാക്യം ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നതായിരുന്നു. കേരളത്തിന് തേങ്ങയും അതുപോലെ തന്നെ ആമയും മാത്രമേ ഉള്ളൂ, വേണ്ടത്ര പദ്ധതികളൊന്നുമില്ല, അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല, വിഴിഞ്ഞത്തിനൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം നമ്മൾ വൈകുന്നേരം വരെ കേട്ടതാണ്. ഇന്നിപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി നടത്തിയ പത്രസമ്മേളനം അത് തീർച്ചയായും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അത് വ്യാജമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. അതായത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം അറിയിച്ചത് റെയിൽവേ മാത്രം ബഡ്ജറ്റ് വിഹിതം കേരളത്തിന് കിട്ടിയത് 3795 കോടി രൂപയാണ് എന്നാണ്. അതായത് ഇത്രയധികം ബഡ്ജറ്റ് വിഹിതം ഇതിനു മുമ്പെങ്ങും കിട്ടിയിട്ടില്ല. അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്കെതിരെ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഇന്നലെ ഉണ്ടായതാണ്. കേന്ദ്രത്തിൽ 8 മന്ത്രിമാരുണ്ടായിരുന്നപ്പോൾ UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ച റെയിൽവേ വിഹിതത്തിൻ്റെ 10 ഇരട്ടിയാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് തെളിവ് സഹിതം അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതായത് കേരളത്തിൻ്റെ ബഡ്ജറ്റ് വിഹിതമായി റെയിൽവേ മേഖലയിൽ മാത്രം കിട്ടിയതാണ് ഈ 3785 കോടി രൂപ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് അലറി വിളിച്ചതെല്ലാം ഇവിടെ ബഡ്ജറ്റ് പ്രസംഗം വായിക്കാതെയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പല പദ്ധതികളുടെയും പെൻഡിങ് സ്റ്റേജിനെ കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ശബരി റെയിൽപാത അനക്കം വയ്ക്കുന്നില്ല എന്നാണ് ഇവിടെ BJP വിരുദ്ധർ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ശബരി റെയിൽപാത അനക്കം വയ്ക്കാത്തതെന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. ശബരി റെയിൽപാതയ്ക്ക് പിന്നാലെ കേന്ദ്രത്തിന് പിന്നാലെ കൂടേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാരിനെ കൊണ്ടത് ചെയ്യിക്കേണ്ടിയിരുന്നത്, കേന്ദ്ര സർക്കാരിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെയും ഈ ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കിട്ടാനായി നിരന്തരം ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പുറകെ നടക്കുകയാണ് ചെയ്തത്. നിരന്തരം അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് എത്രയും വേഗം പൂർത്തീകരിച്ചാൽ അവിടെ ഒരു റെയിൽ പദ്ധതി വരും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല അദ്ദേഹം അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ചും പറയുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി ഉത്തരം പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറി എന്നൊക്കെയാണ്. തീർച്ചയായും ആ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയല്ല ചെയ്തത്, മറിച്ച് ഐ വിൽ ടെൽ യു ലേറ്റർ എന്നാണ്. തീർച്ചയായും എന്താണ് അതിവേഗ പദ്ധതിക്ക് മേൽ നടക്കുന്നത് എന്നും കൃത്യമായിട്ടറിയാം. കേന്ദ്രം ഇവിടെ അതിവേഗ പദ്ധതി, റെയിൽ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നടപ്പാവുകയും ചെയ്യും. അത് മാത്രമേ നടപ്പാവുകയുള്ളൂ. കാരണം DMRCക്ക് അതിൻ്റെ ചുമതല നൽകിക്കഴിഞ്ഞുവെന്ന് E. ശ്രീധരൻ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ഓഫീസ് തുറന്നിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ DPR തയ്യാറാക്കാനുള്ള ഉത്തരവ് അടുത്തയാഴ്ച വരുമെന്ന് പറയുന്നു. മാത്രമല്ല ഇന്ന് അശ്വനി വൈഷ്ണവിനോട് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ E. ശ്രീധരൻ ദീർഘവീക്ഷണമുള്ളയാളാണെന്നും E. ശ്രീധരൻ്റെ പ്രവർത്തനങ്ങൾക്ക് എക്കാലവും പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ അതിവേഗ റെയിൽപാത നടപ്പാക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ സൂചന E. ശ്രീധരൻ വഴി കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. DPR അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി അതിവിടെ നടപ്പാക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്രത്തിന് അത് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഐ വിൽ ടെൽ യു ലേറ്റർ എന്ന് കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്. സത്യത്തിൽ പിണറായി വിജയൻ പ്രഖ്യാപിച്ച സിൽവർ ലൈൻ വന്നില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ലൈനും വരാൻ പോകുന്നില്ല. വരാൻ പോകുന്നത് കേന്ദ്രത്തിൻ്റെ അതിവേഗ റെയിൽ പദ്ധതിയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. മലയാളികൾക്ക് സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അതിവേഗ റെയിൽ കേരളത്തിൽ വരും എന്നതിനെക്കുറിച്ച് സംശയം ഒന്നും പൊതുവെ ഇല്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എത്തും പിടിയും കിട്ടാതെ നട്ടം തിരിയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ
പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.